ഒരു പതിറ്റാണ്ടിനിടയിൽ രാജ്യം കണ്ട മഹാദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അപ്രതീക്ഷിതമായ ഒരു മഹാപ്രളയത്തെയും മഹാമാരിയെയും അതിജീവിച്ച കേരളത്തിന് താങ്ങാനാകാത്ത ആഘാതം. സർവവും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ സമ്പൂർണമായ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് കേരളം രാജ്യത്തിനു തന്നെ മാതൃകയായി. 2024 ജൂലൈ 29 അർദ്ധരാത്രിയാണ് വയനാടൻ ഗ്രാമങ്ങൾക്ക് മേൽ മരണമഴ പെയ്തിറങ്ങിയത്. മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും മീതെ പുഞ്ചിരിമട്ടം ഉരുൾ പൊട്ടിപ്പാഞ്ഞു. പുന്നപ്പുഴ മരണപ്പുഴയായപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീക്കാനാവാതെ പലരും നിത്യനിദ്രയിലാണ്ടു. 298 ജീവനുകളെ മലവെള്ളം കൊണ്ടുപോയി. നിമിഷാർദ്ധത്തിൽ വീടുകൾക്ക് മുകളിൽ കൂറ്റൻ പാറകളെത്തി. ഒഴുകി നടന്ന വൻമരങ്ങൾ ജീവിതങ്ങളെ കടപുഴക്കി. അമ്മമാരുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഊർന്നുപോയി. തലേന്ന് ഉറങ്ങാൻ കിടന്ന നാടുണ്ടായില്ല നേരം പുലർന്നപ്പോൾ. എങ്ങും ജീവന്റെ പിടച്ചിലും പ്രിയപ്പെട്ടവരുടെ നിലവിളികളും മാത്രം. സ്കൂളും ആരാധനാലയവും സ്ഥാപനങ്ങളുമെല്ലാം മണ്ണിൽ പൂണ്ടു. ചെളിമൂടിയ വീടുകൾക്കുള്ളിൽ ജീവന്റെ ഞരക്കങ്ങൾ. രാജ്യം ഇതുവരെ കാണാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിലൂടെ കേരളം നേരിട്ടു. അഗ്നിരക്ഷാ സേനയും പോലീസും സൈന്യവും ദുരന്ത നിവാരണ സേനയും നൂറുകണക്കിന് സന്നദ്ധ ഭടന്മാരും ചേർന്ന് ആയിരങ്ങളെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വം. 4 മന്ത്രിമാർ 1 മാസം പ്രദേശത്ത് താമസിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. മാസങ്ങൾ തിരിഞ്ഞിട്ടും കണ്ടുകിട്ടാത്ത 32 പേരെ മരിച്ചവരെ കണക്കാക്കി കുടുംബങ്ങൾക്ക് മരണാനന്തര സഹായം നൽകി. കേന്ദ്ര സർക്കാർ നയാ പൈസ അനുവദിക്കാതിരുന്നിട്ടും സംസ്ഥാനം സ്വന്തം നിലയിൽ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള ലോക മാതൃകയുമായി മുന്നേറുകയാണ്. ആഗസ്റ്റ് 24-നകം അവസാനത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെയും ആളുകളെ പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റി. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും വാടക വീട് എന്ന് കണക്കുകൂട്ടി 6000 രൂപ വീതം മുടങ്ങാതെ കൊടുത്തു. എല്ലാവർക്കും ആവശ്യമായ കൗൺസിലിംഗ് വീടുകളിലെത്തി നൽകി. ജീവനോപാധി സഹായം 3 മാസത്തേക്ക് കൂടി അനുവദിച്ചു നൽകി. നഷ്ടപ്പെട്ട റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെയുള്ള മുഴുവൻ രേഖകളും തിരിച്ചുപിടിക്കാൻ ക്യാമ്പുകളിൽ സംവിധാനങ്ങൾ ആരംഭിച്ചു. നാടിനു തന്നെ അഭിമാനമായി മാറിയ വെള്ളാർമല സ്കൂൾ പഠനം തുടരാനാകാത്ത വിധം ഒറ്റപ്പെട്ടു പോയിരുന്നു. അവിടെ പഠിച്ചിരുന്ന മുഴുവൻ കുട്ടികളുടെയും തുടർ പഠനം ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടന്നു. വെള്ളാർമല സ്കൂൾ, വൈത്തിരി താലൂക്ക് ആശുപത്രി, തകർന്ന അങ്കണവാടികൾ ഉൾപ്പെടെ എല്ലാം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അത്യാധുനിക വിധത്തിലുള്ള 4 പാലങ്ങളും 8 റോഡുകളും അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. വിപുലമായ മൈക്രോ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് നഷ്ടപ്പെട്ട തൊഴിൽ ജീവനോപാധികളെല്ലാം തിരിച്ചുപിടിക്കുന്നതിനായി ദുരന്തബാധിതർക്കൊപ്പം സർക്കാർ നിലകൊള്ളുന്നത്. ടൗൺഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ദുരന്തബാധിതർക്ക് 15 ലക്ഷം നഷ്ടപരിഹാരമായി നൽകി. ഏപ്രിൽ 13 ആരംഭിച്ച ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കനത്ത മഴയുണ്ടായിട്ടും 5 സോണുകൾ നിശ്ചയിച്ചതിൽ 3-ലും ഒരേ സമയം പണി പൂർത്തിയായി വരുന്നു. 107 വീടുകൾ പ്രാഥമിക ഘട്ടം പിന്നിട്ടു. ഈ ഡിസംബറിനുള്ളിൽ വീടുകൾ പൂർത്തിയാക്കും. 2026 മാർച്ചിനകം റോഡുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കും.